ബാക്ക് ടു നീറ്റ് മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫിസിക്സിലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിലത്തെ കോയിലുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ നേരിട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് ടോപ്പിക്കാണ് ടോർക്ക് ആക്റ്റീവ് ആണ് കറണ്ട് ലൂപ്പ് എന്നുള്ളത്. അപ്പോൾ ഇത് ടോപ്പിക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ഫിഗർ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്, ഇവിടെ രണ്ട് മാഗ്നറ്റുകളുടെ എൻഡാണ്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കോയിലും വെച്ചിട്ടുണ്ട്. ഈ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് ഒറ്റ ടേൺ ഉള്ളതെന്ന് വിചാരിക്കാം. ആ കോയിലൂടെ എന്ന് പറയുന്ന കറണ്ടും പോകുന്നുണ്ട്. ആ കോയിലിന് ഞാൻ ABCD എന്നുള്ളൊരു പേരും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണുള്ളത്, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു കോയിലും ഉണ്ട്. ആ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമുക്കറിയാം എന്തെന്ന് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് വേറൊരു കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തേക്കാണ് ഉണ്ടാവുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ എഴുതുന്നു, B. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം എന്തെന്ന്, കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുള്ളത്. ആ ഫോഴ്സിന് ഇക്വേഷൻ എന്താണ്, ILB sin θ എന്നുള്ളത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IL കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. അപ്പോൾ ആ രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ILB ആണ്. L എന്ന് പറയുന്നത് ഇവിടെ AC എന്നുള്ള ലെങ്ത് ആണ്. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, IL ക്രോസ് B. അപ്പോൾ അത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഉള്ളിലേക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഫോഴ്സ് ഇങ്ങനെ എഴുതാം, F1 എന്ന് ഞാൻ തൽക്കാലത്തേക്ക് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, F1 ഈസ് ഈക്വൽ ടു I × L. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് സ്ക്വയർ ആയിട്ടുള്ളൊരു കോയിലാണെന്നും അതിൻ്റെ ലെങ്ത് L ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ILB എന്ന് നമുക്ക് കിട്ടി. ഇനി അത് AC-യുടെ കാര്യം കഴിഞ്ഞു. ഇനി CD-യും AB-യും ആ രണ്ട് കേസുകളിൽ വളരെയധികം എളുപ്പമാണ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. കാരണം എന്താ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് 0 ആണ്. അപ്പോൾ എന്താണ്, നമ്മുടെ സൈൻ കമ്പോണൻറ്റ് 0 ആയിപ്പോകും. അപ്പോൾ CD-യും AB എന്നുള്ള സെക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് BD എന്നുള്ള ഒരു സെക്ഷൻ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അവിടെ IL ഇങ്ങോട്ടും B അങ്ങോട്ടുമാണ്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, IL ക്രോസ് B എന്ന് നമ്മുടെ വ്യൂവറിന് നേരെ ഔട്ട് ഓഫ് ദ പ്ലെയിനാണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ F2 എന്ന് ഞാൻ ഇങ്ങനെ എടുക്കുന്നു. F2-ൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്, കറണ്ട് അത് തന്നെയാണ്, മാഗ്നറ്റിക് ഫീൽഡും അത് തന്നെയാണ്, ലെങ്ത് സ്ക്വയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെയാണ്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, F1-ൻ്റെയും F2-ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അവ രണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്ന് ഒരു ബോഡിയുടെ രണ്ട് എൻഡ്സുകളിലായിട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആ ബോഡിക്ക് ഉണ്ടെന്ന് പറയാം, ആ ബോഡിയും ഒരു ടോർക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പറയുക. അത് അങ്ങനെയാണ് ഇവിടെ ടോർക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതാം. ഞാൻ ഡെറിവേഷൻ അങ്ങനെയൊന്നും പറയണില്ല, നേരിട്ട് ഇക്വേഷനിലേക്ക് കിടക്കുകയാണ്. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ടോർക്കിന് നമ്മൾ ടോ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടോ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പഠിച്ചാൽ മതി, BIA sin θ. ഇതിലിപ്പോൾ തീറ്റ എവിടെ നിന്ന് കയറുന്നത്, തീറ്റ എവിടെ നിന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഇതുപോലൊരു ഇക്വേഷൻ എന്താണ്, ടോ ഈസ് ഈക്വൽ ടു BIA sin θ. ഇതിപ്പോൾ ഒരൊറ്റ ടേണുള്ള കാരണം N നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് വിചാരിച്ചു ഈ കോയിലിന്. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു BIAN sin θ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ എന്ന് പറയാനുള്ളത്. ഇനി നമ്മളിപ്പോൾ പഠിക്കുന്നത് മാഗ്നറ്റിസത്തിൻ്റെ കേസിലാണ്. ഇത് ഏതായിട്ടാണ് ഞാൻ മുമ്പൊക്കെ കണക്ട് ചെയ്ത് പറഞ്ഞത്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിട്ട്. നമ്മൾ എന്താ പറയുക, ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, അവിടുത്തെ കേസിലെ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു PE sin θ എന്നായിരുന്നു. ഇതിലിപ്പോൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് സൈൻ കമ്പോണൻ്റ് അത് പോട്ടെ. പക്ഷേ ഇവിടെ P എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആയിരുന്നു. നമ്മൾ മാഗ്നറ്റിസം സ്ഥിരമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടോ രണ്ടും ടോർക്ക് തന്നെ. B ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, sin θ. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിന് കണക്ട് ചെയ്യാവുന്ന ഒരു ഡൈപോൾ മൊമെൻറ്റ് മാഗ്നറ്റിസത്തിലുണ്ടായിരിക്കണം. അതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് അതിനെ നമ്മൾ സാധാരണ സ്മോൾ ലെറ്റർ M ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ അതിന് ഇവിടെ ഇക്വലൻ്റ് ആയിട്ടുള്ള ടേം ഏതാണ്, IAN. അതാണ് മാഗ്നറ്റിക് മൊമെൻറ്റിന് തൽക്കാലത്തേക്ക് ഇവിടുത്തെ ഡിനോട്ടേഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടോർക്കിന് ഇങ്ങനെ എഴുതാൻ പറ്റും, ടോ ഈസ് ഈക്വൽ ടു
ഇപ്പോൾ എന്താ പറയുക, ഇക്വേഷൻ ഓർക്കാൻ വേണ്ടിയിട്ട് എം ബി സൈൻ തീറ്റ എന്ന് എഴുതും. എം ബി സൈൻ തീറ്റ. നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞത് ഒരു വെക്ടറായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും ഒരു വെക്ടർ തന്നെയാണ്. അപ്പോൾ ഇതും ഒരു വെക്ടറാണ്, ഇതും ഒരു വെക്ടറാണ്. അപ്പോൾ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ക്രോസ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി. അപ്പോൾ ഇത്രയും ഇക്വേഷൻസാണ് ഇതിൻ്റെ കാര്യമായിട്ട് ഓർക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്നുള്ള ടേം ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്? ഒറ്റ ടേൺ ഉള്ളതെന്നുണ്ടെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു ബി ഐ എ സൈൻ തീറ്റ. എൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ബി ഐ എ എൻ സൈൻ തീറ്റ. അതങ്ങനെ തന്നെ ഒരു ഫ്ലോയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓർക്കാൻ എളുപ്പമുണ്ട്. ബി ഐ എ എൻ സൈൻ തീറ്റ. അതിൽ ഐ എ എൻ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. അതായത് ടോർക്ക് വെക്റ്റർ ഇക്വേഷനിൽ ഏതാണ് ടോർക്ക് ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഇനിയാണ് ഞാൻ തീറ്റയുടെ കാര്യം പറയാൻ പോകുന്നത്. നമുക്ക് ഇവിടെ മാഗ്നറ്റിക് മൊമെൻറ്റ് എം വെക്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. അതിപ്പോൾ എങ്ങനെയാണ് ആ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ മാഗ്നറ്റ്യൂഡ് ഇപ്പോൾ കിട്ടിയത് ഐ എ എന്ന് പറയുന്നത്. പക്ഷേ ഡയറക്ഷൻ എവിടെ നിന്ന് കിട്ടും? നമ്മളൊരു ഇപ്പോൾ സ്ക്വയർ ആയിട്ടുള്ളൊരു കോയിലാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ മുമ്പ് തന്നെ ഏരിയ വെക്റ്റർ എന്നുള്ളൊരു ടേം കേട്ടിട്ടുണ്ട്. എന്താണ് ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത്? ഒരു സർഫസിൻ്റെ ഏരിയ തന്നെ മാഗ്നറ്റ്യൂഡ് ആയിട്ടുള്ളതും ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്ററിനെയാണ് ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു കോയിലിൻ്റെ ഏരിയ വെക്റ്ററിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഈ ഒരു കോയിൽ ഇപ്പം എൻ്റെ കൈയാണെന്ന് വിചാരിച്ചോ, എൻ്റെ കൈ കോയിലാണെന്നുണ്ടെങ്കിൽ അതിന് നോർമലായിരിക്കും മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇതുപോലെ കോയിൽ ഈ ബോർഡിൻ്റെ പ്ലെയിനിൽ തന്നെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് മൊമെൻറ്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ തീറ്റ എന്താണെന്നുള്ളത്? തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് സൈൻ തീറ്റ എന്നുള്ള ഈ ബി ഐ എൻ സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. അവിടെ നിന്നാണ് തീറ്റ വന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്യാന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നേരത്തെ കൺസിഡർ ചെയ്ത് എന്തുട്ടായിരുന്നു? ഒരു കോയിലായിരുന്നു. ആ കോയിലൂടെ വെറുതെ കറണ്ടും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഡൈപോൾ മൊമെൻറ്റ് ഇതിനൊക്കെ ഡിഫൈൻ ചെയ്യുക ഒരു ഡൈപോളിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് കിട്ടുന്ന കോയിലിന്. അപ്പോൾ അത് നമ്മൾ സാധാരണ മാഗ്നറ്റിനൊക്കെ അല്ലേ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് പറയുന്നത് അല്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിയിങ് കോയിലിന് നമ്മൾ മാഗ്നറ്റിക് ഡൈപോളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. എന്താ, ഇതുപോലെയുള്ളൊരു കോയിലുണ്ടെന്ന് വിചാരിച്ചോ, ഈ കോയിലിലൂടെ ഒരു കറണ്ടും പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോയിലിനൊരു മാഗ്നറ്റായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, കോയിലിൽ നിന്നുള്ള എല്ലാ കേസുകളിലും ഇത് നമുക്ക് ഡിഫൈൻഡ് ആണ്. കോയിൽ അതന്നെ നമ്മൾ എവിടെയൊക്കെ കണ്ടത് സോളിനോയിഡ് ഒക്കെ ഇതിൻ്റെ അവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. കാരണം അവിടെ മാഗ്നറ്റിക് ഡൈപോളാണ് നമ്മുടെ ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടി ഞാൻ പറയുന്നത് എന്താണ്, ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ, ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്ന് പറയുന്നതിൽ മാഗ്നറ്റിക് ഡൈപോളായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതുപോലെയുള്ളൊരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് കോയിൽ എടുത്തെന്ന് വിചാരിച്ചാൽ ഇതിലൂടെ ഇങ്ങനെ ഐ എന്ന് പറയുന്നുള്ള കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്തെന്ന്, ഇതിൻ്റെ ആക്സിസിലുള്ള ഒരു പോയിന്റ് പി എടുത്തെന്ന് വിചാരിച്ചോ. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എന്താണ്, ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 IR സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തന്നെ എന്തെന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ തന്നെ വേണമെന്നില്ല, ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് മാഗ്നറ്റിക് ഡൈപോളായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറയുന്നത് കറണ്ടും റേഡിയസും ഒക്കെ വെച്ചിട്ടുള്ള ഇക്വേഷൻസാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, മാഗ്നറ്റിക് മൊമെൻറ്റ് വെച്ചിട്ടുള്ളൊരു ഇക്വേഷൻ പറയാം. ആ ഇക്വേഷൻസാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മെയിനായിട്ടുള്ള കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത് ഇതാണ്. എന്തെന്ന്, ഒരു കോയിലിനെ നമുക്ക് ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിട്ട് വെച്ച് കണക്ട് ചെയ്യും. അവിടെ നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ 2 കേസ് പറഞ്ഞിരുന്നു. പ്രധാനപ്പെട്ട എന്തെന്ന്, ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനിലും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ആക്സിയൽ പൊസിഷനിലുള്ളതുണ്ട്, ഇക്വറ്റോറിയൽ പൊസിഷനിലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ളത് നോക്കാം ഓരോ കേസുകളിലെത്തും. ആ ഇക്വേഷനുകൾ കിട്ടാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് കാര്യമായിട്ട് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് അറിഞ്ഞു വെച്ചാൽ മതി. ഏതൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നോക്കാം. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഓരോ കേസിൽ ഏതൊക്കെ ഇക്വേഷനാണ് പഠിച്ചിട്ടുള്ളത്?
ആക്സിയൽ കേസിലാണെന്നുണ്ടെങ്കിൽ ആക്സിയൽ ലൈനിൻ്റെ അതേ പോയിന്റിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഇലക്ട്രോസ്റ്റാറ്റിക്സിലത്തെ ഇക്വേഷൻ എന്താണ്? E ഈസ് ഈക്വൽ ടു 1/4πε0 2p ഡിവൈഡഡ് ബൈ r ക്യൂബ് എന്ന് പറയുന്നത്. അതിൽ പി എന്തായിരുന്നു? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആയിരുന്നു. ആർ എന്തായിരുന്നു? ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെയാണ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ 1/ε0 നമ്മൾ 1/4πε0 എന്നുള്ളത് അതിൽ നമുക്ക് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷനാണ് 1/ε0ക്ക് μ0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പി ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്നുള്ളതിന് നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ എം എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇക്ക് എന്നുള്ളത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കണം. ഇത് അത്രയും മാത്രമാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനുള്ളൂ. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലത്തെ അതേ ഇക്വേഷനുകൾ ഉപയോഗിച്ചിട്ട് ആ ഇക്വേഷനുകളിൽ ഈ ഓരോന്നിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിസത്തിലുള്ള ഇക്വേഷനായി. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇക്വേഷൻ എന്തായിരുന്നു? ആക്സിയൽ ലൈനിൽ 1/4πε0 2p ഡിവൈഡഡ് ബൈ r ക്യൂബും ഇക്വറ്റോറിയൽ കേസിൽ അപ്രോക്സിമേഷന് ശേഷം എന്നുള്ള ഫോർമുല എന്ന് പറയുന്നത് 1/4πε0 p ഡിവൈഡഡ് ബൈ r ക്യൂബ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഫോർമുല അപ്രോക്സിമേഷന് ശേഷമുള്ളതാണ് കേട്ടോ, അത് ഓർക്കണം. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം. ഇവിടെ ഇ ആണ് കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഇത് ആക്സിയലിൻ്റെ കേസിലാണ്. അപ്രോക്സിമേഷന് ശേഷം നമ്മൾ ഇക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? മാഗ്നറ്റിക് ഫീൽഡ് ബി. ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു. ഇനി 1/4πε0 1/4π എവിടെ ഇരുന്നോട്ടെ 1/ε0 നമ്മൾ 1/ε0ക്ക് μ0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുക. അപ്പോൾ 1/ε0ന് μ0 കൊടുത്തു കഴിഞ്ഞാൽ μ0 ഡിവൈഡഡ് ബൈ 4π. ഇനി 2 അവിടെ തന്നെ ഇരുന്നോട്ടെ, 2 കുഴപ്പമൊന്നുമില്ല. പിക്ക് വരെ എന്തായിരുന്നു കൊടുത്തിരുന്നത്? സ്മോൾ ലെറ്റർ എം ഡിവൈഡഡ് ബൈ ആർ. നമ്മൾ മാഗ്നറ്റിസത്തിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ കോയിലിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ് കൊടുത്തിരുന്നത്. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിച്ചോ. ഞാനിവിടെ ആറ് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ആർ ക്യൂബ് എന്താണ്? നമ്മൾ പിയുടെ സ്ഥാനത്ത് എം കൊടുത്തു, 1/ε0ൻ്റെ സ്ഥാനത്ത് μ0 എന്ന് കൊടുത്തു, ഇയുടെ സ്ഥാനത്ത് ബി എന്ന് കൊടുത്തു. ഇത് ആക്സിയലിൻ്റെ കേസിലാണ്. ഇനി ഇക്വറ്റോറിയലിൻ്റെ കേസിൽ എന്താണ്? ഇക്ക് പകരം ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന് പകരം ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. 1/4πε0 1/ε0 പകരം μ0 എന്ന് കൊടുക്കുന്നു. μ0 ഡിവൈഡഡ് ബൈ 4π. പിയുടെ സ്ഥാനത്ത് എം എന്ന് കൊടുക്കുന്നു. എം ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് മാഗ്നറ്റിസത്തിൻ്റെ കേസിൽ നമ്മുടെ രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിൽ തന്നെയാണെന്നുണ്ടെങ്കിലാണ് ഈ ഇക്വേഷൻസ് കൊടുക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ലൈനിൽ നിന്നാണ് ഈ ഇക്വേഷൻ കൊടുക്കേണ്ടത്. ഇനി ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുള്ളതുണ്ട്. ഈ ഇക്വേഷൻസ് നമ്മൾ എപ്പോഴാണ് എടുത്തു പറഞ്ഞത്? അപ്രോക്സിമേഷന് ശേഷം. അപ്പോൾ നമ്മൾ അപ്രോക്സിമേഷന് മുമ്പും കുറച്ച് ഫോർമുലകൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാഗ്നറ്റിസത്തിൻ്റെ കേസിലും ഫോർമുലകൾ ഡിറൈവ് ചെയ്തെടുക്കേണ്ടതായിട്ട് നല്ലതായിട്ടാണ്. നമ്മൾ മെയിനായിട്ടും മാഗ്നറ്റിസത്തിൽ ഈ ഫോർമുലാസ് ഉപയോഗിക്കേണ്ട കേസായിരിക്കും വരികയുള്ളൂ. എന്നാലും മറ്റേത് അപ്രോക്സിമേഷന് മുമ്പുള്ളത് കിട്ടാനായിട്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചെയ്ത അതേ ഡെറിവേഷൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമുല നമുക്ക് കിട്ടും. എന്താ പറയുക, അതിൽ അപ്രോക്സിമേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ഫോർമുലകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ അപ്രോക്സിമേഷന് മുൻപുള്ള ആ ഫോർമുലകൾ ഓർക്കേണ്ടത് അത്ര പ്രധാനപ്പെട്ടതല്ല, എന്നാലും ഓർക്കേണ്ടത് നല്ലതായിരിക്കും. അപ്പോൾ അപ്രോക്സിമേഷനായിട്ടുള്ള കണ്ടീഷൻ എന്തായിരുന്നു? നമ്മുടെ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും ഉള്ള നമ്മുടെ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഡൈപോളിലെ എന്താ പറയുക, ഓരോ പോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെക്കാട്ടും അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എന്താണ് അർത്ഥം? ഇതാണ് നമ്മുടെ ഡൈപോൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ രണ്ട് ഡൈപോളുകൾ തമ്മിൽ വളരെയധികം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വലുതായിരിക്കണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ 2a കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ r കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 2a r സംബന്ധിച്ച് വളരെയധികം ചെറുതായിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാഗ്നറ്റിസത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പ്രത്യേക പേര് പറയും. ആ പേരെന്ന് പറയുന്നതാണ് പോയിൻ്റ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് മോണോപോളുകൾ എന്ന് പറയുന്നത് വളരെയധികം അടുത്തടുത്ത് ഏകദേശം ഒരു പോയിന്റിൽ തന്നെയായിട്ടുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പറയണ മാതിരിയാണ് ഈ ടോപ്പിക്കുകൾ പോണത്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു വരുന്നത് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു കോയിൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോളാണെന്ന്. കറണ്ട് ക്യാരിങ് കോയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ചാർജ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോയിലിൽ കറണ്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു ചാർജ് സർക്കിളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഒരു കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്.
നമ്മളിപ്പോൾ ഈ ചാർജ് ഒരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിച്ചു. ഒരു ഇലക്ട്രോൺ ഒരു സർക്കുലർ ഓർബിറ്റ് കിട്ടുന്നതിൽ പോകുന്നു. അത് നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ആറ്റത്തിനകത്ത്. ഏത് ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിനകത്താണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇലക്ട്രോൺ സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഈ കേസിൽ നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. കാരണം എന്താണ്? ഒരു ചാർജ് സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇതെന്ന് പറയുന്നത്? ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതൊരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡൈപോൾ മൊമെൻറ്റും പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ആറ്റം മോഡൽ കൺസിഡർ ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. ഈ ഇലക്ട്രോൺ ഫോളോ ചെയ്യുന്ന ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു ചാർജാണ്. ചാർജ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ടാകും. അപ്പോൾ ആ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. കറണ്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ക്യൂ ബൈ ടി ആണ്. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആയതുമൂലം ഇ ആണ്. ടി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ക്യാപിറ്റൽ ടി കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടിക്ക് പകരം ഇ ഡിവൈഡഡ് ബൈ ടി. ഇതിപ്പോൾ ടി എന്തുട്ടാണ് സത്യത്തിൽ? ടി എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാനായിട്ട്, ഒരു തവണ റിവോൾവ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമാണ് ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, റേഡിയസ് ആറാണെന്നും ഇതിൻ്റെ വെലോസിറ്റി ഇപ്പോൾ തൽക്കാലത്തേക്ക് വി ആണെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് 2πr ഡിവൈഡഡ് ബൈ വി. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണല്ലോ ടൈം, അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2πr ബൈ വി എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഐ ഈസ് ഈക്വൽ ടു ഇ വി ഡിവൈഡഡ് ബൈ 2πr എന്ന് കിട്ടി. ഇപ്പോൾ ഐൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് വിചാരിക്കാം. നമ്മൾ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒരു കോയിലിൻ്റെ കേസിൽ IAN എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആയിരുന്നു കോയിലിൻ്റെ കേസിൽ. ഇവിടെ ഇപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എന്നുള്ള ടേം ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒറ്റ ഇലക്ട്രോൺ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എന്നുള്ളത് 1 ആയിട്ട് നമുക്ക് വിചാരിക്കാം. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? IA. എന്താണ്? ആ കോയിലിൻ്റെ ഏരിയ. നമ്മുടെ ഇവിടെ കോയിലിന് പോലെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ആറ്റത്തിൻ്റെ ഈ ഒരു ഓർബിറ്റാണ്. അപ്പോൾ ഓർബിറ്റിൻ്റെ ഏരിയ എന്താണ്? നമുക്ക് ഓർബിറ്റിൻ്റെ റേഡിയസ് ആറാണല്ലോ, സർക്കുലർ ഓർബിറ്റാണ് ബോർസ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? πr². അത് തന്നെ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് M, അല്ലെങ്കിൽ നമ്മുടെ NCERT ഉപയോഗിച്ചിരിക്കുന്നത് μL എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അത് ഉപയോഗിക്കാം. ആറ്റത്തിൻ്റെ കേസിൽ μL എവിടെ നിന്ന് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. μL ഈസ് ഈക്വൽ ടു I ഇൻറ്റു A. അപ്പോൾ EV ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു πr². അപ്പോൾ പൈ ക്യാൻസൽ ചെയ്യാം, ഒരാറും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? EVR ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് കിട്ടി. ഇനി ഇതിന് ബോർസ് തിയറി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ടേമിനെ നമ്മൾ മാസ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡും ചെയ്യാം. അപ്പോൾ ME ഇത് ഇൻറ്റു ME ഡിവൈഡഡ് ബൈ ME എന്നുള്ളത്. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ E ഡിവൈഡഡ് ബൈ 2ME ഇൻറ്റു MEVR. ഈ ഒരു MVR ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് റൊട്ടേഷണൽ മോഷനിൽ. എന്താണ്? ഇത് ആംഗുലർ മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ സാധാരണ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ L ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഈ ഒരു MVR എന്നുള്ള ടേമിന് പകരം നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ L കൊണ്ട് ഡിനോട്ട് ചെയ്യാം. പക്ഷെ കഴിഞ്ഞില്ല. നമ്മൾ ബോർസിൻ്റെ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്? ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണെന്ന്. എന്ത് വെച്ചിട്ട് ക്വാണ്ടൈസ്ഡ് ആണ്? നമ്മൾ ബോർസ് തിയറിയിൽ പഠിച്ചിട്ടുള്ളത് ഇതാണ്. L is equal to NH divided by 2π എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ μL is equal to E ഡിവൈഡഡ് ബൈ 2ME ഇൻറ്റു NH ഡിവൈഡഡ് ബൈ 2π. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം കൂടിയിട്ട് ഫൈനലായിട്ട് എന്ത് എഴുതാൻ സാധിക്കും? അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് 2 ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ ഇക്വേഷനുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഒന്നാമത്തെന്ന് പറയുന്നത് μL is equal to എന്താണ്? നമ്മളിപ്പോൾ E ഡിവൈഡഡ് ബൈ എന്തെന്നാണ് എഴുതിയിട്ടുള്ളത്? 2ME ഇൻറ്റു L എന്ന് പറഞ്ഞു. L എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വെക്റ്റർ ഇക്വേഷനാണ്. കാരണം മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് വെക്റ്ററാണ്, ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് വെക്റ്ററാണ്. അപ്പോൾ ഡയറക്ഷനിൽ എഴുതുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും എന്തെന്ന് ഈ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അല്ല, നെഗറ്റീവ് സൈൻ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഓപ്പോസിറ്റ് സൈനിലാണ്
മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഇരിക്കുകയാണ് എന്നുള്ളത്. അതാണ് ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? മ്യൂ എൽ ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ തന്നെ ഒരു എക്സ്പാൻഡ് ചെയ്ത ഫോമാണ് ENH ഡിവൈഡഡ് ബൈ 4πme. ME എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഈ NH ഡിവൈഡഡ് ബൈ 2π എന്നുള്ളത് നമ്മളെ ബോസ് തിയറി എന്നുള്ളതാണ്. N എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. H പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഓർക്കേണ്ടതായിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷൻസിൽ നിന്ന് തന്നെ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഈ ഇക്വേഷൻ ഇതിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ മ്യൂ എൽ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് E ഡിവൈഡഡ് ബൈ 2me ആണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റൻ്റ് ആണ്, ME മാസ് ഓഫ് ഇലക്ട്രോൺ ഇതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മ്യൂ എൽ ഡിവൈഡഡ് ബൈ എൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻറ്റിന് പ്രത്യേക പേരുണ്ട്, അതാണ് ജൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് NCERT വന്നിട്ടുണ്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് 8.8 × 10⁻10. ഇതിപ്പോൾ വാല്യൂ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. മെയിനായിട്ട് ഓർക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ യൂണിറ്റ് ആണ്. എന്തെന്ന് നമുക്കിപ്പോൾ ഒരു ഇക്വേഷനിൽ തന്നെ കിട്ടി, എന്തെന്ന് E ഡിവൈഡഡ് ബൈ ME 2me എന്നാണ് കൊടുത്തിട്ടുള്ളത്, ചാർജ് ഡിവൈഡഡ് ബൈ മാസ്. അപ്പോൾ അത് തന്നെയാണ് യൂണിറ്റ്, കൂളം പെർ കിലോഗ്രാം. ഇത് എന്തിൻ്റെ എന്നുള്ളത് ഓർത്തോളൂ കേട്ടോ, എന്തെന്ന് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ ആംഗുലർ മൊമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് ഡയമെൻഷൻ ആണ് കൂളംസ് പെർ കിലോഗ്രാം, ചാർജ് പെർ മാസ്. അപ്പോൾ ഇതാണ് ജൈറോ മാഗ്നറ്റിക് റേഷ്യോ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.8 × 10⁻10 കൂളം പെർ കിലോഗ്രാം. മറ്റൊരു കാര്യം തന്നെ ഇതിൽ ഓർക്കേണ്ടതായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ N പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നുള്ളൊരു ടേം വന്നിട്ടുണ്ട്. Nൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിനെ പറ്റാവുന്ന ഒരു ആറ്റത്തിൽ വരാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ നമുക്ക് കിട്ടും. എന്താണ്? മ്യൂ എൽ അല്ല, മ്യൂ മിനിമം ഈസ് ഈക്വൽ ടു ഈ Nൻ്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ EH ഡിവൈഡഡ് ബൈ 4πme എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.27 × 10⁻24 ആണ്. ഇതിൻ്റെയും യൂണിറ്റ് ഓർത്തിരിക്കേണ്ടതാണ്, എന്തെന്ന്? ആംപെയർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇതിൽ പറയാനായിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം ഓർക്കാനായിട്ടുള്ളത്, ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൽ തന്നെ നമ്മൾ കെമിസ്ട്രിയിൽ വേറൊരു യൂണിറ്റും പഠിക്കും, എന്തെന്ന്? ബോർ മാഗ്നറ്റോൺ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയും ഒരു യൂണിറ്റ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നീറ്റ് മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT ഈ വശം വായിച്ച് നോക്കിയിട്ട് എക്സർസൈസ് നിലയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പറ്റാത്തത്രയും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.